ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ കരയുദ്ധം ശക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സൈനിക നീക്കത്തിന് പിന്നാലെ ഹമാസിന്റെ സായുധ സേനാ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് പുറത്തുവിട്ട ഇസ്രയേലി ബന്ദികളുടെ ചിത്രങ്ങൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. 47 ബന്ദികളുടെ ചിത്രങ്ങളാണ് അവർ ഓൺലൈനിൽ പങ്കുവച്ചത്. ഇത് വെറും ഒരു ചിത്ര പ്രദർശനമായിരുന്നില്ല, മറിച്ച് ഇസ്രയേലി സമൂഹത്തിലും സർക്കാരിലും വലിയ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായ നീക്കമായിരുന്നു. ഓരോ ചിത്രത്തിനും 1986 പിടിക്കപ്പെട്ട റോൺ ആരത്ത് എന്ന ഇസ്രയേലി വ്യോമസേന ഉദ്യോഗസ്ഥന്റെ പേരും വ്യത്യസ്ത നമ്പറുകളും നൽകിയിരിക്കുന്നു. റോൺ ആരത്ത് ഇന്നും ഇസ്രയേലിന്റെ ഒരു വേദനയാണ്. അദ്ദേഹത്തിന്റെ തിരോധാനം ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ബന്ദികളുടെ ചിത്രങ്ങൾക്ക് നൽകിയതിലൂടെ ഹമാസ് ഇസ്രയേലിന്റെ പഴയ മുറിവുകൾ വീണ്ടും തുറന്നിടുകയാണ്. ഒരു വിടവാങ്ങൽ ചിത്രം എന്ന അടിക്കുറിപ്പോടെയാണ് അൽ ഖസാം ബ്രിഗേഡ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഇത് ഇസ്രയേലിന്റെ സൈനിക നടപടികൾ ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്നൊരു വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഹമാസ് പുറത്തുവിട്ട ഈ ചിത്രങ്ങളും പ്രസ്താവനകളും ഒരു സൈനിക നീക്കം എന്നതിലുപരി ഒരു മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെ ഭാഗമാണ്. ഈ നീക്കത്തിലൂടെ അവർ പല ലക്ഷ്യങ്ങളും നേടാൻ ശ്രമിക്കുന്നു. ബന്ദികളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഇസ്രായേൽ സമൂഹത്തിൽ വലിയ ആശങ്കയും പ്രതിഷേധവും ഉണ്ടാക്കിയിട്ടുമുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്രായേൽ സർക്കാർ വേണ്ടത്ര ശ്രമിക്കുന്നില്ലെന്ന് ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് നെതന്യാഹു സർക്കാരിനെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഹമാസിനെ സഹായിക്കും. ഗാസ സിറ്റിയിലെ കരയുദ്ധം ശക്തമാകുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് ബന്ദികളുടെ സാന്നിധ്യം ഒരു വെല്ലുവിളിയാണ്. ബന്ദികൾ എവിടെയാണെന്ന് ഹമാസ് വ്യക്തമാക്കാത്തത് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ബന്ദികൾ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ ഹമാസ് പരോക്ഷമായി നിയന്ത്രിക്കാനും ശ്രമിക്കുന്നു. ബന്ദി പ്രശ്നം ഒരു സാധാരണ സൈനിക കാര്യമായിട്ടല്ല, മറിച്ച് ഒരു മാനുഷിക വിഷയമായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണിത്. ഇത് ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്നൊരു ധ്വനി നൽകുകയും ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്കെതിരെ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. ചിത്രങ്ങൾക്കൊപ്പം ഹമാസ് പുറത്തുവിട്ട കുറിപ്പുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ നിരസിച്ചതായി ഹമാസ് ആരോപിക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിസമ്മതവും ലഫ്റ്റനന്റ് ജനറൽ സമീറിന്റെ കീഴടങ്ങലും കാരണം ഗാസ സിറ്റിയിൽ സൈനിക നടപടികൾ ഉണ്ടാകുമ്പോൾ ഒരു വിടവാങ്ങൽ ചിത്രം എന്നാണ് അവർ ചിത്രത്തിന് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. തടവുകാരെ ഗാസ നഗരത്തിന്റെ അയൽപ്പക്കങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കുന്നിടത്തോളം കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നും അൽ ഖസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ പറയുന്നു. ഈ പ്രസ്താവന ബന്ദികളുടെ ജീവൻ ഇസ്രായേലിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇത് ബന്ദികളുടെ കുടുംബങ്ങളിലും ഇസ്രായേലി സമൂഹത്തിലും വലിയ മാനസിക ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 47 ബന്ദികളിൽ 20 പേർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഈ റിപ്പോർട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇത് ബന്ദികളുടെ കുടുംബങ്ങളിലും ഇസ്രായേൽ സമൂഹത്തിലും വലിയ ആശങ്കകളും സൃഷ്ടിച്ചിട്ടുണ്ട്. 2024 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് ഹമാസ് 30 തടവുകാരെയാണ് വിട്ടയച്ചത്. അതേസമയം ഇസ്രായേൽ 2000-ഓളം പേരെ വിട്ടയച്ചു. ഈ കണക്കുകൾ ഒരു തടവുകാരനെ വിട്ടുകിട്ടാൻ എത്രത്തോളം വില നൽകേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്നു. ഈ തടവുകാരുടെ കൈമാറ്റം ഒരു എളുപ്പമുള്ള പ്രക്രിയ ആയിരിക്കില്ലെന്നും ഇരു വിഭാഗങ്ങൾക്കും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നും ഇത് വ്യക്തമാക്കുന്നു. ഇതിനിടെ ഗാസ നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം 14 പേർ കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൈനിക നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുകയാണ്. ബന്ദികളുടെ വിമോചനവും ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതും ഇന്നും ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഗാസയിലെ പോരാട്ടം ഒരു സൈനിക പോരാട്ടത്തിനപ്പുറം 2 ജനവിഭാഗങ്ങളുടെ അതിജീവന പോരാട്ടമായി മാറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഭാഗത്ത് സ്വന്തം പൗരന്മാരെ തിരിച്ചെത്തിക്കുക എന്നതും ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നതുമാണ് ലക്ഷ്യം. ഹമാസിന്റെ ഭാഗത്ത് തടവുകാരെ രാഷ്ട്രീയപരമായ ഒരു ആയുധമായി ഉപയോഗിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതും നിർണായകമാണ്. ഹമാസിന്റെ ഈ നീക്കം ബന്ദി പ്രശ്നത്തെ ഒരു സാധാരണ സൈനിക കാര്യമായിട്ടല്ല, മറിച്ച് ഒരു മാനുഷിക വിഷയമായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമായി കാണാം. എന്നാൽ ഇത് സംഘർഷം കൂടുതൽ വഷളാക്കാനും ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടുന്നതും ഇരുപക്ഷം കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഗാസയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ കൂടുതൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് ലോകത്തിന്റെ കണ്ണുകൾ ഈ ചെറിയ ഭൂമിയിലെ ഓരോ നീക്കത്തിലും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഈ സാഹചര്യം ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറം മാനുഷികമായ ഒരു ദുരന്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു.
അതേസമയം ഇസ്രയേലിനെതിരെയുള്ള ലോകരാജ്യങ്ങളുടെ നിലപാടുകൾ സങ്കീർണവും വൈവിധ്യപൂർണവുമാണ്. ഈ വിഷയത്തിൽ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു സമീപനം സ്വീകരിക്കാറില്ല. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ പരമ്പരാഗതമായി ഇസ്രയേലിന്റെ സഖ്യകക്ഷികളാണ്. ഇസ്രയേലിന്റെ പ്രതിരോധ അവകാശങ്ങളെ അവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം പലസ്തീൻ ജനതയുടെ ദുരിതങ്ങളെക്കുറിച്ച് ആശങ്കകളും അവർ പ്രകടിപ്പിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഇസ്രയേലിന്റെ സൈനിക നടപടികളോട് ഈ രാജ്യങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും നയതന്ത്രപരമായി പിന്തുണ പിൻവലിക്കാറില്ല. ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ താരതമ്യേന നിഷ്പക്ഷ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അവർ പലപ്പോഴും ഒരു സമാധാനപരമായ പരിഹാരത്തിനായി വാദിക്കുന്നു. എന്നാൽ UN രക്ഷാസമിതിയിൽ ഇസ്രയേലിനെതിരെയുള്ള പ്രമേയങ്ങളിൽ അവർ പലപ്പോഴും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയോ ചെയ്യാറുണ്ട്. അറബ് മുസ്ലിം രാജ്യങ്ങൾ പൊതുവെ പലസ്തീനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇസ്രയേലിന്റെ അധിനിവേശത്തെയും ആക്രമണങ്ങളെയും അവർ ശക്തമായി അപലപിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ പലതും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ അടുത്തിടെ ചില അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ച് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിലും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നു. എന്നിരുന്നാലും മിക്ക രാജ്യങ്ങളും രണ്ട് രാഷ്ട്ര പരിഹാരത്തിനായി നിലകൊള്ളുകയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പലപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ.